ഈ വർഷം ഓണത്തിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടപ്രഥമൻ മുക്കത്തും പരിസര പ്രദേശങ്ങളിലുള്ള പലരും ഇത് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. കഴിച്ചവർക്ക് ആർക്കും തന്നെ ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല, അത്രയും ടേസ്റ്റി ആയിരുന്നു. നന്ദിനിയുടെ പാലായിരുന്നു കേട്ടോ. പിന്നെ അടയും പഞ്ചസാരയും ബട്ടറും ഇതൊക്കെ പറയാൻ എളുപ്പമാണെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം 5 മണിക്കൂറാണ് കേട്ടോ സമയമെടുത്തത്. എനിക്കിതിൻ്റെ വെപ്പും കാര്യങ്ങളൊക്കെ ഒരു പുതിയ അറിവായിരുന്നു കേട്ടോ. വലിയ ഉരുളികളായിരുന്നു. ഈ ഉരുളികളെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതില്ലേ, ഇത് കണ്ടിന്യൂ ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 10 മിനിറ്റൊക്കെ മാറി നിന്നുണ്ടെങ്കിൽ അടി പിടിച്ചു പോകുന്നതാട്ടോ പറയുന്നത്. എല്ലാവരും കണക്ക് നോക്കുന്നതും അതുപോലെ തന്നെ പെട്ടി റെഡിയാക്കുന്നതും എല്ലാം ഓരോരുത്തർ ഓരോ തിരക്ക്. നമ്മളൊക്കെ ജീവിതത്തിൽ പല മേഖലകളിലായിരിക്കും, പലതും നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി. എന്നാൽ നമ്മളൊക്കെ ജീവിക്കുന്ന സാമൂഹ്യ ചുറ്റുപാടിൽ പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും ഉണ്ടാകും. അവിടെയൊക്കെ നമുക്ക് കൂട്ടമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് ഒരു വ്യക്തിക്ക് ചെയ്യുന്നതിന് പരിധികളുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു സംഘടനയാണ് എൻ്റെ മുക്കം സന്നദ്ധ സേന. മുക്കത്തും പരിസര പ്രദേശങ്ങളിലും മലയോരങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓടി വരുന്നവരാണ്. മുങ്ങൽ വിദഗ്ധർ, സ്നേക്ക് റെസ്ക്യൂ, ആനിമൽ റെസ്ക്യൂ, ഇങ്ങനെ നിരവധി മേഖലയിലുള്ളവർ ഒരുമിച്ച് പ്രവർത്തിക്കുക. പല സംഘടനകളിലുള്ളവർ, പല രാഷ്ട്രീയ ചിന്താഗതിയുള്ളവർ, പല മതങ്ങളിൽപ്പെട്ടവർ, എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: നമ്മുടെ സമൂഹത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ഓടി വരിക. എന്നാൽ ഞങ്ങൾ നിലവിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന പല ഉപകരണങ്ങളും നശിച്ചു പോയി. അതെല്ലാം തന്നെ പുനർക്രമീകരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പായസ ചലഞ്ച് നടത്തുന്നത്. പായസ ചലഞ്ചിലൂടെയും അല്ലാതെയുമെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള സംഭാവനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രത്തോളം സഹായ സഹകരണങ്ങൾ കിട്ടുന്നുവോ അതനുസരിച്ച് ഉപകരണങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ മറ്റു പ്രതിസന്ധികളിലൊക്കെ നമുക്ക് ഈ ഒരു ഫണ്ടിൽ നിന്നും ഉപയോഗപ്പെടുത്തിയെടുക്കാനും പറ്റും. അങ്ങനെ രാത്രി തുടങ്ങിയ വെപ്പ് രാവിലെ ആയപ്പോൾ ഏകദേശം 7 മണി ആയപ്പോൾ തന്നെ നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ തുടങ്ങിയിരുന്നു. സേനാ മെമ്പർമാർക്ക് തന്നെ ഓരോരുത്തർക്കായിട്ട് പേഴ്സണലായിട്ട് ഒരുപാട് ഓർഡറും കാര്യങ്ങളും കിട്ടിയിരുന്നു. അതൊക്കെ സെറ്റാക്കി ഓരോരുത്തർ സപ്ലൈയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അതിനിടയിലാണ് കുറച്ച് പായസം ബാലൻസ് വന്നത്. എല്ലാവരും ഒന്ന് ഒത്തുപിടിച്ചപ്പം ഈ പായസം എല്ലാം തന്നെ അങ്ങനെ ഈ ഒരു പായസ ചലഞ്ചും വിജയകരമായി തന്നെ കഴിഞ്ഞു. ഇനി മറ്റു നല്ലൊരു വീഡിയോയുമായി കാണാം.